ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീഷണി ശക്തമാകുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇറാന്റെ പുതിയ നിർണായകായുധമായ സെൽജിൽ 3 ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിലേക്കാണ്. വിക്ഷേപണത്തിന് മിനിറ്റുകൾ പോലും വേണ്ടിവരുന്നില്ല എന്നതും ശത്രുരാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ അപകട സൂചന നൽകും മുമ്പേ ആകാശം കീറി ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്താൻ അതിന് കഴിയുമെന്നതുമാണ് ഇന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നത്. ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഈ പുതിയ തലമുറ മിസൈൽ വികസിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമം വെറുമൊരു സാധാരണ ആയുധ വികസന വാർത്തയല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള തന്ത്രപരമായ നീക്കമായാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖര ഇന്ധന മിസൈലുകൾക്ക് വിക്ഷേപണത്തിന് മുമ്പ് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ല. അതിനാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തരം പോലെ ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും. ഇത്തരം മിസൈലുകളുടെ വിക്ഷേപണ തയ്യാറെടുപ്പുകൾ കൃത്യമായി കണ്ടെത്തുന്നത് ശത്രുരാജ്യങ്ങളുടെ റഡാർ ഉപഗ്രഹ സംവിധാനങ്ങൾക്ക് ഏറെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ സെജിൽ 3 പദ്ധതി ഒരു പുതിയ മിസൈലിന്റെ വികസനം എന്നതിലുപരി മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ കണക്കുകൂട്ടലുകളെയും ആഗോള പ്രതിരോധ തന്ത്രങ്ങളെയും സ്വാധീനിക്കുന്ന നിർണായക സംഭവ വികാസമായി ലോകം ഉറ്റുനോക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സെജിൽ 3 ബാലിസ്റ്റിക് മിസൈൽ നിലവിലുള്ള സെജിൽ ശ്രേണിയിലെ ഏറ്റവും ശക്തമായ പതിപ്പായിരിക്കും. 3 ഘട്ടങ്ങളുള്ള പ്രൊപ്പൽഷൻ സംവിധാനത്തോടെയാണ് ഇതിന്റെ രൂപകൽപ്പന. ഏകദേശം 4000 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ ഇതിന് ശേഷിയുണ്ടാകും. 38,000 കിലോഗ്രാം വിക്ഷേപണ ഭാരമുള്ള ഈ മിസൈൽ ഇറാന് മധ്യപൂർവേഷ്യയ്ക്ക് പുറത്തുള്ള നിരവധി ഭൂപ്രദേശങ്ങളിലേക്ക് ഒരേപോലെ ആക്രമണം നടത്താനുള്ള ശേഷി നൽകും. സെജിൽ 3 പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഇറാന്റെ മിസൈൽ ശേഖരത്തിലേക്കുള്ള മറ്റൊരു കൂട്ടിച്ചേർക്കൽ മാത്രമല്ല, മധ്യപൂർവേഷ്യയിലെ സൈനിക ശക്തി സമവാക്യത്തെ തന്നെ ഒന്നാകെ മാറ്റിയെഴുതുന്ന മുന്നേറ്റമായിരിക്കും. ഖര ഇന്ധന സാങ്കേതിക വിദ്യ, ദീർഘദൂര ആക്രമണശേഷി, കുറഞ്ഞ സമയത്തിനുള്ളിലെ വിക്ഷേപണം എന്നിവയെല്ലാം ഈ മിസൈലിനെ ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിലെ പ്രധാന ആയുധമാക്കി മാറ്റും. അതേസമയം ഇറാന്റെ മിസൈൽ ശേഷിയിലെ വളർച്ച എതിരാളികളായ രാജ്യങ്ങളെയും ലോകശക്തികളെയും അവരുടെ പ്രതിരോധ നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. ഇതിനാലാണ് സെജിൽ 3 പദ്ധതിയെ അമേരിക്കയും ഇസ്രയേലും വെറും ആയുധ വികസനമായി കാണാതെ ഭാവിയിലെ വലിയൊരു സുരക്ഷാ വെല്ലുവിളിയായി കാണുന്നത്. ഈ മിസൈലിന്റെ സാങ്കേതിക വികസനവും പരീക്ഷണങ്ങളും അവർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. ചുരുക്കത്തിൽ സെജിൽ 3യുടെ ഭാവി ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് വരും വർഷങ്ങളിലെ മധ്യപൂർവേഷ്യൻ സുരക്ഷാ രാഷ്ട്രീയത്തെയും അന്താരാഷ്ട്ര പ്രതിരോധ തന്ത്രങ്ങളെയും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി മാറും.